ഒരു 30+ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയബറ്റീസും കാര്യങ്ങളൊക്കെ നോക്കണം. ആ ഡയബറ്റീസ് ബേസിക്കലി ഒരു ഫാസ്റ്റിംഗ് ബ്ലഡ് ടെസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. സോ ഈ ബ്ലഡ് വർക്കപ്പും ഒരു ബേസിക് ചെക്കപ്പ്, ബ്ലഡ് പ്രഷർ വെരി ഈസി, ബോഡി വെയ്റ്റ് വെരി ഈസി, ഷുഗർ നോക്കുക, കൊളസ്ട്രോൾ നോക്കുക. ഇത് ബേസിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭാഗം നമ്മൾ മാറ്റിവെച്ചു. പിന്നെ വരുന്നൊരു റിസ്ക് ഫാക്ടർ, അത് നമുക്ക് മാറ്റാൻ പറ്റില്ല, ഫാമിലി ഹിസ്റ്ററിയാണ്. പാരമ്പര്യമായിട്ട് അച്ഛനോ അമ്മയ്ക്കോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ റിസ്ക് ഫാക്ടർ ഉള്ള ഒരാൾ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകണം. ആ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഹാർട്ടിൽ ബേസിക് ചെക്കപ്പ്. ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ കാർഡിയോളജിസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ചെക്കപ്പ് ചെയ്യുക എന്നാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡിയക് പ്രിവെൻഷൻ. വൺസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോബ്ലം ഇല്ലെങ്കിൽ നമുക്കൊരു 3-4 വർഷം ഗ്യാപ്പ് ഉണ്ടാവും. യെസ്, തീർച്ചയായും. ആ ഗ്യാപ്പിൽ ചെയ്താൽ മതി. ഈ ബ്ലഡ് ചെക്കപ്പ് ഒരു 2 to 3 ഇയേഴ്സിന് ഇടയിൽ ചെയ്താൽ മതി. ഹാർട്ട് ഡിസീസ് ചെക്കപ്പ് എന്ന് പറയുന്നതാണ് നമുക്ക് ഹാർട്ട് ഡിസീസ് ഒളിഞ്ഞിരിക്കുന്ന ഹൃദയരോഗം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഗെറ്റ് എ ബേസിക് ECG, ഒരു ബേസിക് എക്കോ കാർഡിയോഗ്രാം. എക്കോ കാർഡിയോ എന്ന് പറഞ്ഞാൽ ഹാർട്ടിൻ്റെ സ്കാൻ. ആൻഡ് ലാസ്റ്റ് ഒരു ഈസി ടെസ്റ്റാണ്, ഒളിഞ്ഞിരിക്കുന്ന ബ്ലോക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ടെസ്റ്റാണ് ട്രെഡ്മിൽ ടെസ്റ്റ്. കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ട്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രെഡ്മിലിൻ്റെ മുകളിൽ നടക്കുന്നു, പക്ഷേ ആ സമയത്ത് നമ്മൾ ECG ഒക്കെ പിടിപ്പിച്ച് വെക്കുന്ന ഒരു സംഗതിയാണ്. സോ അതിൽ ബ്ലോക്ക് ഉള്ള ആൾക്കാർ അധ്വാനം ചെയ്യുമ്പോൾ ECGയിൽ വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട്. സോ ദാറ്റ്സ് എ വെരി ഈസി OPD ടെസ്റ്റ് ഇത് കണ്ടുപിടിക്കാൻ, അതൊരു ഹാർട്ട് ഡിസീസ് ഒളിഞ്ഞിരിക്കുന്നുണ്ടോ ഇല്ല.